പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സന്നിധാനത്തേക്കാണ് പോകുന്നത്. അരുൺ കൊടുങ്ങൂർ എന്നത്തെയും പോലെ ഇന്നും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി സംവദിക്കാൻ തയ്യാറാണ്. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നാളെ ഡിസംബർ 6 അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പതിവിൽ കവിഞ്ഞ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വേഗം പോവാം അരുണിലേക്ക്. അരുൺ കൊടുങ്ങൂർ, നമസ്തേ, സ്വാഗതം. പുത്തമ്പുലരിയിൽ നമ്മൾ ഭക്തിസാന്ദ്രമായി തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു. അതുകൊണ്ട് അരുൺ കൊടുങ്ങൂരിലേക്കാണ് ആദ്യം ഇന്നത്തെ പുത്തമ്പുലരിയിൽ വന്നിരിക്കുന്നത്. അരുൺ, പറയൂ സന്നിധാനത്തെ വിശേഷങ്ങൾ. തീർച്ചയായും എല്ലാ ദിവസവും ഇങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് ശബരിമല സന്നിധാനമുള്ളത്. എല്ലായിടങ്ങളിലും ഭഗവാന്റെ നാമങ്ങൾ കൊണ്ട്, ഭഗവാന്റെ ശരണം വിളികൾ കൊണ്ട് മുഖരിതമാകുന്ന അന്തരീക്ഷം. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആത്മീയ അനുഭൂതി തന്നെയാണ് ഓരോ മണ്ഡലകാലവും ശബരിമലയിൽ എത്തുന്ന ഭക്തർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു തീർത്ഥാടക തിരക്ക് എല്ലാ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശനി ഞായർ ദിവസങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ തീർത്ഥാടകരുടെ ഒരു വലിയ തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയും 85,000-ത്തിലധികം ഭക്തരാണ് ഭഗവാനെ ദർശിക്കാനായി തിരുസന്നിധിയിലേക്ക് എത്തിയത്. ഇന്ന് ഇതുവരെ മാത്രം 12 മണി മുതലുള്ള രാത്രി 12 മണി മുതലുള്ള കണക്കാണ്. ഇതുവരെയും 30,000-ത്തോളം ഭക്തർ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തി എന്നാണ് കണക്ക്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും നാളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഉള്ളത്. അതായത് ഡിസംബർ 6-നോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സേനകളൊക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൃത്യമായി തന്നെ എല്ലാ ഇടങ്ങളിലും കൃത്യമായ പരിശോധനകൾ നടത്തുക, അതോടൊപ്പം തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷം മാത്രം ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുക. ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. നമുക്കറിയാം RAF-ന്റെ ഒരു സംഘം, 140 പേരടങ്ങുന്ന ഒരു സംഘം സന്നിധാനത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ 70-ലധികം NDRF സംഘമുണ്ട്. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാന പോലീസിൻ്റെ 1500-ഓളം പോലീസുകാരും വിവിധ ഇടങ്ങളിൽ സന്നിധാനത്ത് മരക്കൂട്ടമടക്കമുള്ള എല്ലാ ഇടങ്ങളിലും ജോലി നോക്കുന്നതിലും കർശനമായ ഒരു സുരക്ഷാ സന്നാഹത്തിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്. എല്ലാ ഡിസംബർ 6-നും ഒരുക്കുന്ന പോലെ തന്നെയുള്ള ഒരു ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നാളെയും ഒരുക്കുക. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകളൊക്കെ തന്നെ കൃത്യമായി തന്നെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ബോംബ് സ്ക്വാഡ് അടക്കം കൂടുതൽ ഉദ്യോഗസ്ഥരെ സന്നിധാനത്തേക്ക് എത്തിച്ചുകൊണ്ട് പരിശോധനകളൊക്കെ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ശ്യാം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം. പക്ഷേ ഇപ്പോഴും വീണ്ടും ഇന്ന് ദേവസ്വം ബോർഡ് യോഗം ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോഴും കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് അല്ലെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിന് ഈ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായി ഒരു ഇടപെടൽ നടത്താൻ ഇപ്പോഴും ദേവസ്വം ബോർഡിന് ആകുന്നില്ല. 85,000 എന്നുള്ള ഒരു ശരാശരി സംഖ്യയിലേക്ക് ഭക്തർ എത്തുമ്പോൾ പോലും അത് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ, അത് പ്രത്യേകിച്ച് വിരിവെക്കാരാകട്ടെ, അതോടൊപ്പം തന്നെ കുടിവെള്ളത്തിനുള്ള കൃത്യമായ ഒരു സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ, ഇതൊക്കെ തന്നെ ഇപ്പോഴും വലിയ പ്രശ്നമായി തന്നെ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ എല്ലാ മണ്ഡലകാലത്തും ഇതുതന്നെയാണ് അവസ്ഥ. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വീഴ്ചകളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് എല്ലാ തവണയും പറയുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു ക്രമീകരണങ്ങളിലേക്ക്, അത്തരത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് ഇപ്പോഴും പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ്. പുലർച്ചെ നട തുറന്നത് 3 മണിക്കാണ്. നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെടുന്നു ഈ ഒരു തിരക്ക്. അങ്ങ് 10:50 ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതുവരെ ഈ ഒരു ഭഗവാന്റെ മുന്നിലേക്ക് ഇങ്ങനെ അണമുറിയാത്ത ഒരു ഭക്തജന പ്രവാഹമാണ് ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ തിരക്ക് തുടരാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെയായിരിക്കും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുക എന്നാണ് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് കേന്ദ്ര സേനകളുടെ പരിശോധന, അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസിൻ്റെ പരിശോധന. ഈ പരിശോധനകളൊക്കെ തന്നെ കൃത്യമായി തന്നെ നടത്തും എന്നുള്ള അതാണ് പറഞ്ഞത്. എന്തായാലും സ്വാഭാവികമായിട്ടും ഇന്ന് തന്നെ പരിശോധനകളൊക്കെ തന്നെ പുലർച്ചെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ കൂടി സന്നിധാനത്തേക്ക് ഇപ്പോൾ ഒരുക്കുകയും ചെയ്താലും ഭക്തജന തിരക്ക് ഇങ്ങനെ ശബരിമല സന്നിധാനത്ത് തുടരുകയാണ്. ശ്യാമ, ഒരു വ്യക്തിപരമായൊരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ അരുൺ. എല്ലാ ദിവസവും ഭഗവാന്റെ സന്നിധിയിൽ ഹരിവരാസനം കേൾക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോയി നിൽക്കുക, ഒരു അല്പമെങ്കിലും ഒന്ന് മനം നിറഞ്ഞ് കൈകൂപ്പി പ്രാർത്ഥിക്കുക, അവിടുത്തെ പാനകം അടക്കമുള്ള ഭഗവാന്റെ പ്രസാദം അത് സേവിക്കുക, ഇതൊക്കെ ഒരു മനുഷ്യായുസ്സിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അപ്പോൾ എനിക്ക് അരുൺ കൊടുങ്ങൂരോട് ചോദിക്കാനുള്ളത്, വ്യക്തിപരമായിട്ടുള്ള ഒരു സംതൃപ്തി ഉണ്ടല്ലോ അരുൺ.
തീർച്ചയായും അത് ഇവിടെ വരുന്നത് എന്നാണോ വരേണ്ടത്, ഇവിടുന്ന് പോകേണ്ടതെന്നാണോ, അത് ഭഗവാൻ തന്നെ നിശ്ചയിക്കുന്നു എന്നാണ് നമുക്ക് ഓരോ വർഷത്തെയും ഒരു അനുഭവം. കാരണം 15 ദിവസം ഡ്യൂട്ടിക്കാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോൾ 21 ദിവസമാകുന്നു. എന്തായാലും ഭഗവാൻ പറയുന്ന ദിവസങ്ങളിൽ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ശബരിമലയിൽ ഒരു നിമിഷമെങ്കിലും നിൽക്കുക എന്നത് ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊന്നും കാണുക, ഭഗവാന്റെ തിരുമുറ്റത്ത് നിൽക്കുക എന്നത്, അത് തൊഴുന്നതിനപ്പുറത്തേക്ക് ഈ സന്നിധിയിൽ, ഈ തിരുസന്നിധിയിൽ ഭഗവാന്റെ മുന്നിൽ നിൽക്കുക എന്നത് അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ്. പൂർവ്വജന്മ സുഹൃത്തുക്കളൊക്കെ നമുക്ക് അതിനെ പറയേണ്ടി വരും. കാരണം ഇവിടെ എത്തുന്ന എല്ലാവർക്കും അത് തന്നെയാണ് ഒരു അനുഭവം ഉള്ളത്. കാരണം ഒരുപാട് ഭക്തർ ആ ഭഗവാനെ ഒന്ന് കാണുവാൻ വേണ്ടി വരുന്നു. അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരടക്കമുള്ള ആളുകൾ ഈ ഒരു ഭഗവാനെ ദർശിക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യത്തോടെ, അല്ലെങ്കിൽ ഈ ഭഗവാന്റെ ഈ സന്നിധിയിൽ നിൽക്കുക എന്നുള്ള ഒറ്റ ഒരു ലക്ഷ്യത്തോടെയാണ് അവരൊക്കെ തന്നെ നാട്ടിലെ ജോലികളൊക്കെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ 2 മാസത്തേക്ക് ഇവിടെ വരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് അയ്യപ്പന്മാരുണ്ട്, അതോടൊപ്പം തന്നെ കേന്ദ്രസേന, പ്രത്യേകിച്ച് RAFന്റെ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്. അവർ വില്ലിങ് കൊടുത്ത് ഇവിടേക്ക് ഭഗവാന്റെ മുന്നിലേക്ക് എത്തണം എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ വരുന്നു. NDRFന്റെ ഉദ്യോഗസ്ഥരുണ്ട്, മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കൊക്കെ തന്നെ ഈ ഒരു സന്നിധാനം അത് തന്നെയാണ് ഈ ലോകത്തിന് മുന്നിൽ ഈ തത്വമസി എന്നുള്ള ആ ഒരു പൊരുൾ, അത് തന്നെയാണ് ലോകത്തിന് മുന്നിൽ ശബരിമലയെ അടയാളപ്പെടുത്തുന്ന അതേ ഒരു അനുഭൂതി തന്നെയാണ് ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാകുന്ന. ഓരോ വർഷവും ഓരോ അനുഭവങ്ങളാണ് വരുന്ന എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. അത് തന്നെയാണ് ഈ ഒരു ഭഗവാന്റെ ഒരു അദൃശ്യ സാന്നിധ്യമുള്ള എല്ലാ ഇടങ്ങളും അങ്ങനെ ഭക്തി സാന്ദ്രമായൊരു അന്തരീക്ഷം, ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് സന്നിധാനം ഒന്നാകെ മാറുന്ന ഒരു കാഴ്ചകൾ തന്നെയാണല്ലോ. നമുക്ക് ഇന്നലെ ഈ തൃക്കാർത്തികയായിരുന്നു, ആ സമയത്ത് സന്നിധാനം ഒന്നാകെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചുകൊണ്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോ കാഴ്ചകളാണ് ശബരിമല സന്നിധാനത്തു നിന്നുള്ളത്. തീർച്ചയായും അരുൺ, തീർച്ചയായും അരുണും ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പം നമ്മളും പ്രിയപ്പെട്ട പ്രേക്ഷകരും വലിയ രീതിയിൽ തന്നെ നമുക്ക് ഇന്നത്തെ വാർത്താപുലരി ആരംഭിക്കാൻ കഴിഞ്ഞത് സന്നിധാനത്ത് ഭക്തി നിർഭരമായൊരു അന്തരീക്ഷത്തിൽ നിന്ന് ആയത് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.